പാട്ട് കേട്ട് ആയിരം കുരി 38,000 സമ്പത്തുവാദികളെ ഇവർക്ക് വഴക്കം കൽപ്പിച്ചു. കൊച്ചിനാട് വാഴും നാട്ടുസ്വാമിയുടെ രാജനാലിന്യം കൈയെടുത്തു. കൊച്ചിനാട് വാഴും നാട്ടുസ്വാമി എന്നെ കൈയേക്കാത്തത് കൊണ്ട് ശ്രീമഹാദേവത്തിലൂടെ വെള്ളച്ചെന്നെ കൈയേറ്റു. കാലക്ക് കിടക്കപ്പൊടി മൂളക്കൂറുകളും 1000 കുരി 38,000 സമ്പത്തുവാദികളെ ഞാനെന്ന് വാരി വിളിച്ചു എന്നതിന്റെ ശേഷം ഓണപ്പുത്തനും തോന്നാനാക്കും ആൾക്കാർ മരക്കളത്തിൽ കല്യാണവും ആരംഭമായിരിക്കുന്ന ഊരവേലയും അശ്വതിക്ക് കാവുവീണലും ഭരണിക്ക് വണ്ണാരം പെരുക്കലും വേണമെന്ന് ഞാൻ കൽപ്പിച്ചു എന്നതിന്റെ ശേഷം വടക്കിരിക്കുന്നവൻ പൊന്മകനാദി ഭരണിക്ക് തോറ്റിരുന്ന് തിരിക്കുന്നവർ മോഹനിഷ്ഠിച്ചു എന്നതിന്റെ ശേഷം എന്റെ സമ്പത്തുവാദികളെ ആത്മത്തിൽ ഭക്തിപ്പെട്ടുപോലെ ഇന്നത്തെ ദിവസം മുൻപേതുമായിട്ട് അല്ലെ പ്രത്യക്ഷീകരിച്ചിരിക്കുന്ന വേളയല്ലേ മന്ത്രത്താലും തന്ത്രത്താലും കർമ്മത്താലും അല്ലെ ജലഗന്ധ ഹോമ ധൂമധിവേദത്താലും യജ്ഞഭാവ വസ്ത്ര ആവരണ അംഗന്യാസ കരന്യാസ മന്ത്രന്യാസങ്ങളെ കൊണ്ട് അല്ലെ ഭൂമിയിൽ പതിച്ചിരിക്കുന്ന കണ്ണുനീരുമുണ്ട് അല്ലെ മന്ത്രാക്ഷമെന്നും കണ്ണുനീര് കാളകണ്ഠനെയും നീലകണ്ഠനെയും സമർപ്പണം ചെയ്തുകൊണ്ട് ഏകാഗ്രതമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അല്ലെ തോറ്റിരുന്ന മാറ്റെടുത്ത് അറിഞ്ഞും അറിയാതെയും നമസ്കാരമേ സമസ്താപരാധത്തോടും കൂടെ അല്ലെ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളിൽ അറ്റകുറ്റക്കേടും തപ്പുകളിലും വരുത്താതിയിട്ട് തക്കവണ്ണം അല്ലെ ഇന്നേവരേക്കും പരിപാലിച്ചിട്ടുണ്ട് അല്ലെ മഴയാചിച്ച് കിടക്കുന്ന വേളാമ്പലിനെ പോലെ കാത്തുകെട്ടി കിടന്നില്ലേ നിങ്ങള് അല്ലെ നീ പ്രത്യക്ഷീകരിച്ചിരിക്കുന്നതായ ഈ വേളയെങ്കിൽ ഈ ദൈവാത്മീയതാർന്നിരിക്കുന്ന ലോകം വളർന്നതി കൈലാസവും പൊടിച്ചെഴുന്നിരിക്കുന്ന ശ്രീമഹാദേവന്റെ 3-ാം തൃക്കണ്ണിൽ നിന്നും 6-നെയും 100-നെയും നോട്ടിച്ചവച്ചതിന്റെ ശേഷം എല്ലാത്തിലും തരവീര്യമുള്ളതായിരിക്കുന്ന കണ്ടത്തിൽ പൊട്ടിപ്പിളർന്നിരിക്കുന്ന ദേവനല്ലേ ഞാൻ തോരായുധം കൊണ്ട് അടിച്ചിരിക്കുന്ന ഒരു കാറ്റ് പോലെ കുതിച്ചെത്തുന്ന ഒരു ദേവനല്ലേ ഞാൻ അല്ലേ ഇരിക്കട്ടെ ആയുധപ്രകാരത്തിങ്കിൽ ഇന്നത്തെ ദിവസം മുൻപേതുമായിട്ട് നിങ്ങൾ കൊണ്ടുകൂട്ടിയിരിക്കുന്ന മുന്നാഴി രുചിക്കത്തക്കവണ്ണം വാങ്ങിയനുഭവിച്ചിട്ടുണ്ട് അന്ന് ദുർവാസാവ് മഹർഷി അല്ലേ നരകം സന്ദർശിച്ചിരിക്കുന്ന കാലത്ത് നരകത്തിൽ നരകമായി തീരുന്ന കുംഭീപാസ്മെന്നിരിക്കുന്ന നരകത്തെ കാണുവാനിടയുണ്ടായി അല്ലേ അന്ന് നെറ്റിയിൽ പതിച്ചിരിക്കുന്ന ഭസ്മധൂളികളാൽ നരകം പോലും സ്വർഗമായി തീർന്നിട്ടുണ്ട്. ഇന്ന് ഈടം എനിക്ക് സ്വർഗമാണ് അല്ലേ ഇരിക്കട്ടെ. ആയതുകൊണ്ട് പരമ്പത്തൊന്നും വിശേഷിക്കുന്നില്ല. ശേഷം കാര്യങ്ങളൊക്കെ എൻ്റെ 4 കണ്ണും ദർശിച്ചിരിക്കുന്ന സമയത്തേക്ക് വിശേഷിച്ചാൽ പോരെ.